ഹായ് മക്കളെ, വെൽക്കം ടു ജിപോർട്ട് +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ. ഇറ്റ്സ് മീ നാഫി ആൻഡ് ഇറ്റ്സ് യുവർ സഹൽ. അപ്പോൾ നാളെ നിങ്ങൾക്ക് +2 ഹിസ്റ്ററിയുടെ എക്സാമാണ്. ഈ വീഡിയോയിൽ നമ്മൾ 3 കാര്യങ്ങൾ പറയുന്നത്. ആ 3 കാര്യങ്ങൾ ആവശ്യമുള്ളവർ മാത്രമേ ഈ വീഡിയോ കണ്ടാൽ മതി. ഒന്നാമത്, ഹിസ്റ്ററിയിൽ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പറയും. രണ്ടാമത്, ഇതുവരെ ഒന്നും ഹിസ്റ്ററി പഠിക്കാത്ത ആളുകൾ, അതായത് പാസ്സാകാൻ പോലും ഒന്നും പഠിക്കാത്ത, പാസ്സാവാൻ എന്ത് പഠിക്കാൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവരാണ് ഈ വീഡിയോ ശരിക്കും കാണുക. കാരണം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പാസ്സാവാനുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട്. മൂന്നാമത്, ഒരു ബി ഗ്രേഡ് വരെ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും കിട്ടും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായിരിക്കും, സാറേ ഇതിൻ്റെ ആൻസർ എവിടെയാണ്? മക്കളെ, കുറച്ചെങ്കിലും നിങ്ങളൊന്ന് പണിയെടുക്കണം. അല്ലാതെ തീരെ പണിയെടുക്കാത്തവർക്ക് ഒരു പടച്ചോനും ഒന്നും കൊടുന്നേരില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെയൊക്കെ നമ്മൾ റെക്കോർഡഡ് വീഡിയോസ് ആയിട്ടും അതുപോലെ തന്നെ ഇന്നലെയും മിനിയാന്നുള്ള ലൈവുകളായിട്ട് നിങ്ങൾ ആ ചാപ്റ്റർ എന്ത് ചെയ്താൽ മതി, ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. യൂട്യൂബിൽ കറക്റ്റ് കണ്ടന്റ് അതിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം സമയം കളയാനില്ല. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എസ്സേ പ്രെഡിക്റ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ എസ്സേയിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, ഒന്ന് ചാപ്റ്റർ 1 എന്നൊരു എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏതാടാ? മോഹൻജദാരോ ആൻഡ് ടൗൺ പ്ലാനിങ്. മോഹൻജദാരോയെ കുറിച്ച് ഒരു എസ്സേ ചാപ്റ്റർ 1 ചോദിക്കും. അതിൻ്റെ ഡീറ്റെയിൽ ആൻസർ നമ്മൾ ചാപ്റ്റർ 1 ലൈവിൽ പറഞ്ഞിട്ടുണ്ടോ. രണ്ടാമത്തെ ചാപ്റ്ററിന് എസ്സേ ചോദിക്കും മഗധ അല്ലെങ്കിൽ മൗര്യൻ ഡൈനാസ്റ്റി, മൗര്യൻ സാമ്രാജ്യത്തെ കുറിച്ചിട്ട് എന്ത് ചെയ്യും, എസ്സേ ചോദിക്കും. പിന്നെ എസ്സേ ചോദിക്കുക ഇബ്നു ബത്തൂത്തയെ കുറിച്ചാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ളത് പറഞ്ഞോ. അല്ല, നിങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്ത് ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മക്കളെ, നമ്മൾ 7ാമത്തെ ചാപ്റ്ററിൽ പോകുമ്പോൾ എസ്സേ മാത്രമല്ല ഷോർട്ട് എസ്സേ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിലെന്തായാലും 2 ക്വസ്റ്റ്യനെങ്കിലും നിങ്ങളോട് ചോദിക്കും. ഒന്നാമത്തെ, എക്സ്പ്ലെയിൻ ദി കിങ് ആൻഡ് ട്രേഡേഴ്സ്, അതായത് വ്യാപാരത്തെ പറ്റിയിട്ടും അവിടുത്തെ രാജാക്കന്മാരെ പറ്റിയിട്ടും. എവിടുത്തെന്ന് വെച്ചാൽ വിജയനഗര സാമ്രാജ്യത്തിലെ 7ാമത്തെ ചാപ്റ്റർ, ആ വിജയനഗര സാമ്രാജ്യത്തിലെ അത് ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഫേമസ് റൂളറായിരുന്നു, ഫേമസ് ആയിട്ടുള്ള ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതിയുണ്ട്, അഷ്ടദിഗജാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം 8 കവികൾ അടങ്ങിയിട്ടുള്ള അത് മക്കളെ പഠിച്ചു വെക്കണം. കൃഷ്ണദേവരായരെ അങ്ങനെ നമ്മളെ എക്സാമിന് ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾ വിടാറില്ല. പിന്നെ വരുന്നതാണ് അമരനായക. 2 or 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കാണ് അമരനായക. പക്ഷേ ഈ ടോപ്പിക്ക് വിടാതെ പഠിക്കണം മക്കളെ. പിന്നെ മഹാനവമി ദിബ്ബ എപ്പോഴും ചോദിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ അതിലെ സാക്രഡ് സെന്റർ ഇപ്പോൾ തൽക്കാലം പഠിക്കണ്ട, നിങ്ങളിത് പഠിക്കും. പിന്നെ ചാപ്റ്റർ 1 നിങ്ങൾ എസ്സേ മോഹൻജദാരോ ചോദിച്ചു, പിന്നെ അതിൽ എക്സാമിന് ചോദിക്കുക എൻഡ് ഓഫ് മോഹൻജദാരോ ആണ്, അല്ലെങ്കിൽ നമ്മൾ സിന്ധു നഗര സംസ്കാരത്തിൻ്റെ അവസാനം, അതിനുള്ള കാരണങ്ങൾ ചോദിക്കും. രണ്ടാമത്തെ ചാപ്റ്ററിൽ മൗര്യൻ ഡൈനാസ്റ്റി എസ്സേ ചോദിക്കാനും പിന്നെ ചോദിക്കുക മഗധ, എന്തുകൊണ്ടാണ് മഗധ പവർഫുൾ മഹാജനപദമായത്, അശോകൻ, അത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ 3ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അവിടെ ചാതുർവർണ്ണാസ് 4 വർണ്ണങ്ങളെ കുറിച്ച് പഠിക്കണം. അതേപോലെ തന്നെ ക്രിട്ടിക്കൽ എഡിഷൻ മഹാഭാരതം ക്രിട്ടിക്കൽ എഡിഷൻ പഠിച്ചിരിക്കണം. പിന്നെ 4ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ബുദ്ധിസം ആൻഡ് ജൈനിസം, ഈ 2 പഠിച്ചു വയ്ക്കും. പിന്നെ മഹായാന ബുദ്ധിസം, ഇത് 3 പഠിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിരിക്കും. 5ാമത്തെ ചാപ്റ്ററിൽ ഇബ്നു ബത്തൂത്തെ പോലെ തന്നെ അൽ ബിറൂനിയും ഫ്രാങ്കോയിസ് വേണർ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. 6ാമത്തെ ചാപ്റ്ററിൽ വീരശൈവ ട്രഡീഷൻ, വീരശൈവ പ്രസ്ഥാനം നിർബന്ധമായിട്ട് പഠിക്കണം. ഇതൊക്കെ പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം. ബി ഗ്രേഡ് വരെ ആഗ്രഹിക്കുന്നവരാണ്, C+B ഗ്രേഡ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്കാണ് ഈ ഒരു ഇത്. അപ്പം 6ാം ചാപ്റ്റർ വീരശൈവ പ്രസ്ഥാനം, അതേപോലെ തന്നെ അൽവാർസും നയനാസും പഠിച്ചു വെക്കുക. പിന്നെ ബാബ ഗുരുനാനാക്ക്, മീരാബായ്, അതേപോലെ കബീർ, ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. പിന്നെ മക്കളെ, ബി ഗ്രേഡ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, A+ ആഗ്രഹിക്കുന്നവർ ഇത് കണ്ടേ മതിയാവുള്ളൂ. A+ ആഗ്രഹിക്കുന്നത് ഇത് എന്തായാലും പഠിച്ചോണം, കാരണം ഇത് ഷുവർ സാധനമാണ്. അങ്ങനെ മഹാനവമി ദിബ്ബ പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ മക്കളെ, പിന്നെ നമുക്ക് നോക്കാനുള്ളതാണ്, പിന്നെ നമ്മുടെ കൃഷ്ണദേവർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ 8ാമത്തെ ചാപ്റ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ മുഗൾ പെസൻസിനെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ കുതുകഷ്ട ആൻഡ് പഹികഷ്ട, കുതുകഷ്ടയും പഹികഷ്ടയും എന്ത് ചെയ്യാറുണ്ട് നോക്കണം, കുതുകഷ്ടയും പഹികഷ്ടയും. പിന്നെ അതുപോലെ തന്നെ ജിൻസികാം എന്നുള്ള വാക്ക് എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്, പെർഫെക്റ്റ് ക്രോപ്സ്, അതായത് ഷുഗർ കെയിനും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ കോട്ടണും പരുത്തിയും കരിമ്പും ആയിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട, അതിനെ വിളിക്കുന്ന പേരാണ് ജിൻസി കാമിൽ. പിന്നെ വുമൺ ഇൻ അഗ്രേറിയൻ സൊസൈറ്റി, അതായത് മോഡൽ എക്സാമിന് ചോദിച്ചാണ് മുഗൾ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്തായിരുന്നു, അവിടുത്തെ കാർഷിക സ്ത്രീകളുടെ പങ്ക് എന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം. പിന്നെ വാട്ട് ഈസ് ജമ മാത്രം പഠിച്ചാൽ പോരാ, ജമ ആൻഡ് ഹസിൽ, അതായത് യഥാർത്ഥ നികുതി നിർണ്ണയവും പിന്നെ അതുപോലെ തന്നെ നികുതി നിർണ്ണയം പറയുന്നില്ലേ, ആദ്യം എത്രയാണോ സംഖ്യ അതിനെ വിളിക്കുന്ന പേര്, ഇങ്ങനൊരു പേരുണ്ട് ജമ. പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് പിരിച്ചെടുക്കുന്ന സംഖ്യയെ വിളിക്കുന്ന പേര് ഹസിൽ. പിന്നെ ഐനി അക്ബരിയുടെ ലിമിറ്റേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഐനി അക്ബരിയുടെ ലിമിറ്റേഷൻസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ അഥവാ മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ട്, സാറേ ഇതിങ്ങനെ ചെയ്താൽ ഓക്കെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആൻസർ പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ആണ് ഇതെന്ന് പറയുന്നത് SP_സഹദ് എന്ന് പറയുന്നത് കേട്ടോ.
SP അടിവര സഹദ്. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് ഉപകാരമേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും നിങ്ങൾക്ക് ഞാൻ ഇന്നലെ രാത്രി ഇരുന്നിട്ട് ബാക്കിയുള്ള എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ മെസ്സേജിന് മാത്രം റിപ്ലൈ കൊടുക്കാനുള്ളത്. അത് സ്വാഭാവികമായിട്ട് ഇന്നും ഫ്രീ ആയിരിക്കുമ്പോൾ റിപ്ലൈ കൊടുക്കും. മക്കളെ നിങ്ങൾ ധൈര്യമായിട്ട് ഇതാക്കിയോ. ഇനി ഹിസ്റ്ററി എന്ന് മാത്രമല്ല, ഇനി ഭാവിയിൽ പല കാര്യങ്ങളും വരാനുണ്ട്. നിങ്ങൾക്ക് കോളേജ് ഏതെടുക്കണം, അത് ഏതെടുക്കണം, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളായിരിക്കും. എന്തിനും നമ്മളെന്തായിരിക്കും നിങ്ങൾക്കൊരു ഹെൽപ്പായിട്ട് ഒരു 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 ഗൈഡായിട്ട് ഞാൻ ഉണ്ടായിരിക്കും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു. ഇനി അടുത്തത് നമ്മുടെ 9ാമത്തെ ചാപ്റ്റർ ുമ്പോൾ മുഗൾ അഡ്മിനിസ്ട്രേഷൻ, അതായത് മുഗൾ പ്രവിശ്യകളുടെ സവിശേഷതകൾ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് സാത്ത് ആൻഡ് സാവർ, കുതിരപ്പടയാളികളുടെ എണ്ണത്തെയും പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ആളുകളുടെ ശമ്പളത്തെയും വിളിക്കുന്ന പേരില്ലേ, അതാണ് സാത്ത് ആൻഡ് സാവർ. പിന്നെ അതുപോലെ തന്നെ ക്യാപിറ്റൽ സിറ്റീസ്, അതായത് നമ്മുടെ തലസ്ഥാന നഗരികൾ, മുഗളന്മാരുടെ ലോധി, അതുപോലെ തന്നെ ആഗ്ര ഫോർട്ട്, പിന്നെ ബുലന്ദ് ദർവാസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളില്ല, അതൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ചാന്ദിനി ചൗക്ക്, ജമാ മസ്ജിദ്, അതൊക്കെ ഉൾപ്പെടണം. പിന്നെ അക്ബർ നാമയെ പറ്റിയിട്ട്, ബാദ്ഷാ നാമയെ പറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറില്ല, ഇതിലേതെങ്കിലും ഒന്നും ഉണ്ടായിരിക്കും കേട്ടോ. അക്ബർ നാമക്കാണ് ചാൻസ് കൂടുതൽ. അക്ബർ നാമ ഈ ബാദ്ഷാ നാമ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നേരെ എന്ത് ചെയ്യാണ്, ജോട്ടേദാർമാർ. അടുത്തതാണ് ഏതെന്ന് പറഞ്ഞാൽ 10ാമത്തെ ചാപ്റ്ററിൽ പഠിക്കേണ്ടതാണ്. ജോട്ടേദാർമാർ ആരായിരുന്നു? റിച്ച് പെസൻസ് ആണ്. എവിടുത്തെ? ദിനജ്പൂർ ഡിസ്ട്രിക്റ്റിലെ, ബംഗാളിലെ ദിനജ്പൂർ ഡിസ്ട്രിക്റ്റിലെ റിച്ച് പെസൻസ് ആണ് ഇത് ജോട്ടേദാറുകൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മക്കളെ ഭൂനികുതി, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, അതായത് നമ്മുടെ പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം. പിന്നെ അതുപോലെ തന്നെ നോക്കാനുള്ളതാണ് റൈറ്റ് ടു വാരി സിസ്റ്റം. റൈറ്റ് ടു വാരി സമ്പ്രദായത്തെ പറ്റിയിട്ടും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കണം. അതിലേതെങ്കിലും ഒരെണ്ണം മക്കളെ ചോദിക്കാവുന്നതാണ്. ഇനി നമ്മൾ 11ാമത്തെ ചാപ്റ്ററിൽ നോക്കുമ്പോൾ റിബൽസ് ആൻഡ് രാജ്. റിബൽസ് ആൻഡ് രാജ് എന്ന് പറഞ്ഞാൽ 1ാം സ്വാതന്ത്ര്യ സമരം അല്ലേ, അതിൻ്റെയൊക്കെയാണ് പഠിക്കേണ്ടത്. അതിലൊന്ന് പഠിക്കേണ്ടത് 1857 റിവോൾട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എവിടെയാണ്? അവധ് എന്നുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്. അവധ് എന്നുള്ള സ്ഥലമാണ്. എന്തുകൊണ്ടാണ് അവധിൽ? മീററ്റ് എന്നുള്ള സ്ഥലത്താണ് സ്റ്റാർട്ട് ചെയ്തത്, പക്ഷേ അവധിലാണ് എന്ത് ചെയ്തത്, ഏറ്റവും കൂടുതൽ എന്തുണ്ടായത്, വ്യാപിച്ചത്. 1ാം സ്വാതന്ത്ര്യ സമരം വ്യാപിച്ചത്. അതിൻ്റെ കാരണങ്ങൾ അവിടെ എന്താണ്? നല്ല വളക്കൂറുള്ള മണ്ണാണ്, പിന്നെ സബ്സിഡിയറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥ, പിന്നെ അതുപോലെ തന്നെ ദുർഭരണം ആരോപിച്ചുകൊണ്ട് അത് പിടിച്ചടക്കൽ, അങ്ങനത്തെ പോയിന്റുകളൊക്കെ പറയുന്നത്. പിന്നെ പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഇമേജസ്, അതായത് 1857 1ാം സ്വാതന്ത്ര്യ സമരത്തെ ബന്ധപ്പെട്ടുകൊണ്ട്, 1ാം സ്വാതന്ത്ര്യ സമരത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്ത് സംഭവിച്ചിരുന്നു? അവിടെ ഒരു കലാപം വന്നിരുന്നു, അല്ലെങ്കിൽ അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിത്രങ്ങൾ വന്നിരുന്നു. അത് ഇമേജിനറീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വെസ്റ്റേൺ ഇമേജിനറീസും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ എന്താ പറയുക, വെസ്റ്റേണും അതുപോലെ തന്നെ നാഷണൽ ഇമേജിനറി, അതായത് ദേശീയ ചിത്രങ്ങളോ, അത് പഠിച്ചു വെക്കണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ഏതെന്ന് പറഞ്ഞാൽ 1857 റിവോൾട്ടിൻ്റെ റീസൺസ്, കാരണങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം റിബൽസ് ആൻഡ് രാജിൽ. ഇനി മഹാത്മാഗാന്ധിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ എസ് എ ക്വസ്റ്റ്യൻ ഇതിൽ നിന്നാണ് വരുന്നത്. എസ് എ ക്വസ്റ്റ്യൻ മക്കളെ, ഇതിൽ നിന്നാണ് എസ് എ ക്വസ്റ്റ്യൻ വരുന്നത്. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ ഗാന്ധിജി നടത്തിയ ആദ്യകാല സമരങ്ങൾ പഠിക്കണം. ഗാന്ധിജി നടത്തിയ ആദ്യകാല സമരങ്ങൾ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഗാന്ധിജി നടത്തിയ ആദ്യകാല സമരങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് പഠിക്കണം, സാൾട്ട് സത്യാഗ്രഹം പഠിക്കണം, ഉപ്പ് സത്യാഗ്രഹം, പിന്നെ നിസ്സഹകരണ സമരത്തിന്റെ കാര്യങ്ങളും പഠിക്കണം. പിന്നെ കൺട്രി ടോണപ്പാട്ട്, നമ്മുടെ പാർട്ടീഷൻ, അതായത് വിഭജനത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. വിഭജനത്തിൽ പഠിക്കേണ്ടത് ഒന്ന്, സ്ത്രീകളെ എങ്ങനെ ബാധിച്ചു വിഭജനത്തിൻ്റെ സമയം. സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെട്ടിരുന്നു, സ്ത്രീകളെ വിൽക്കപ്പെട്ടിരുന്നു, ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. പിന്നെ മുസ്ലിം ലീഗ് നടത്തിയ ഒരു സംഭവമായിരുന്നു ഡയറക്റ്റ് ആക്ഷൻ ഡേ, നേരിട്ടുള്ള പ്രവർത്തന ദിനം. അത് കൽക്കട്ടയിലൊക്കെ എന്തായിരുന്നു, പാർട്ടീഷൻ്റെ സമയത്ത്, അല്ലെങ്കിൽ പാർട്ടീഷന് വേണ്ടിയിട്ട് കലാപം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാബിനറ്റ് മിഷൻ, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാബിനറ്റ് മിഷൻ. പിന്നെ മക്കളെ അതുപോലെ തന്നെ പാർട്ടീഷൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം വിട്ടുപോയതാണ്, 5th റിപ്പോർട്ട് കേട്ടോ. 5th റിപ്പോർട്ടും കൂടി എന്ത് ചെയ്യണം, 5th റിപ്പോർട്ട്, 5ാം റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. 5th റിപ്പോർട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 5ാം റിപ്പോർട്ട് 1002 പേജുകളുള്ള ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ അയച്ചു കൊടുക്കുകയാണ്. ആ കാര്യമാണ് ഈ 5th റിപ്പോർട്ട് എന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക, സെറ്റാക്കുക. അപ്പോൾ മക്കൾ മറക്കരുത് ഒരിക്കലും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, SP അടിവര സഹദ്, ഇതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ അല്ലേ മക്കളെ, സെറ്റ് അല്ലേ, ഹാപ്പി അല്ലേ? അപ്പോൾ ബൈ.